കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മുടെ എല്ലാം ചർച്ചാ വിഷയം എമ്പുരാൻ സിനിമ മാത്രമാണ് അല്ലേ. എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് മുതൽ അങ്ങനെ തിയേറ്ററുകളിൽ എത്തുകയാണ്. 3 മിനിറ്റ് ഭാഗമാണ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയ ചിത്രത്തിന് ഇന്നലെ കേന്ദ്ര സെൻസർ ബോർഡ് അടിയന്തര അനുമതി നൽകുകയായിരുന്നു. വിവാദങ്ങൾക്കിടയിലും ചിത്രം ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ്. 3 ദിവസം കൊണ്ട് 85 കോടിയാണ് വിദേശത്ത് നിന്ന് മാത്രം ചിത്രം നേടിയത്. നടൻ മോഹൻലാൽ തന്നെയാണ് ഈ കണക്കുകൾ ഇന്നലെ പുറത്തുവിട്ടത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരടക്കം പ്രതിഷേധം ഉയർത്തിയിട്ടും സിനിമാ രംഗത്തെ സംഘടനകൾ ആരും ഇതുവരെയും മിണ്ടിയിട്ടില്ല ഒരക്ഷരം എന്നുള്ളതും ഒരു വാസ്തവമാണ്. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഗുഡ് മോർണിംഗ്. അങ്ങനെ വിവാദങ്ങൾ, ചർച്ചകൾ, ഒടുവിൽ റീ എഡിറ്റ് ചെയ്ത ഭാഗം ഇന്ന് മുതൽ തിയേറ്ററുകളിൽ എത്തുകയാണ്. 3 മിനിറ്റ് ഒഴിവാക്കപ്പെടുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രധാനമായും വെട്ട് വീണിട്ടുള്ളത്? ഈ ആദ്യത്തെ എഡിറ്റ് ചെയ്യാത്ത ഭാഗത്തിലെ സിനിമ കണ്ട ആളുകൾക്ക് ഇനി കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗമായിരിക്കും മിസ്സാവുന്നത്? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. ഈ സിനിമയുടെ ആദ്യത്തെ 45 മിനിറ്റാണ് ഈ പറയുന്ന വിവാദമായിട്ടുള്ള ചില ഭാഗങ്ങളുള്ളത്. അതിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുണ്ട്. ഒപ്പം ഈ വില്ലന്റെ പേര്, ഇതിൽ ഈ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഈ 45 മിനിറ്റിൽ ഏകദേശം 30 മിനിറ്റെങ്കിലും കട്ട് ചെയ്ത് കളയണമെന്നായിരുന്നു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. പക്ഷെ അത് സിനിമയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരിക്കും. സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതെങ്ങനെ അത്രയും കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ എത്തിക്കുന്നതിനൊരു അർത്ഥമില്ല എന്ന അണിയറ പ്രവർത്തകർ നീണ്ട ഒരു ചർച്ചകൾക്ക് ശേഷമാണ് 3 മിനിറ്റ് മാറ്റാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്യും. പിന്നീട് ചില വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ, ഡയലോഗുകൾ മ്യൂട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ വില്ലനായിട്ടുള്ള ബാബ ബജ്രംഗ് എന്ന പേര്, വില്ലന്റെ പേര്, അതും മ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും. അത് എങ്ങനെയാണ് സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ മാത്രമേ നമുക്കത് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും അങ്ങനെ 3 മിനിറ്റാണ് വെട്ടി മാറ്റുന്നത്, അല്ലെങ്കിൽ സിനിമയിൽ നിന്നും ഒഴിവാക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ 2 ദിവസങ്ങളിലും അവധിയുള്ള ദിവസങ്ങളാണ്. പക്ഷേ ആ അവധി ദിവസം പോലും സെൻസർ ബോർഡ് ഈ സിനിമ കണ്ടു എന്നുള്ളതിൽ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ഈ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഈ സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും. അങ്ങനെ ഇന്നലെ ഒക്കെ സെൻസറിംഗ് ഒക്കെ ഏകദേശം പൂർത്തിയായി. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി തിയേറ്ററിൽ സിനിമ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും വലിയ സിനിമയാണ്. ഏകദേശം 4000-ഓളം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. അതിൽ 4 ഭാഷകളിലുണ്ട്. ഈ 3 മിനിറ്റുള്ള കട്ടിംഗ് ഭാഗം ചില മ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ എത്തുന്നതിൻ്റെ ഉള്ള ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. അതിൻ്റെ കളറിങ് ചെയ്യണം. അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഈ ചിത്രം ഈ തിയേറ്ററിലേക്ക് വീണ്ടും ഈ റീസെൻസറിങ് ചെയ്ത ചിത്രം എത്താൻ വേണ്ടിയിട്ടുള്ളൊരു കാലതാമസം നേരിടുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തും. അപ്പോൾ ഇനി കാണുന്ന പ്രേക്ഷകർക്ക് ഈ പറയുന്ന വിവാദമായിട്ടുള്ള ഭാഗങ്ങളൊന്നും തന്നെ കാണാൻ കഴിയില്ല. നായകന്റെ പേരും അതിൽ മ്യൂട്ട് ചെയ്ത നിലയിൽ അല്ലെങ്കിൽ വെട്ടിമാറ്റപ്പെട്ട നിലയിലായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. എന്നാലും ഒരുപാട് വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ അതിൽ മോഹൻലാലിന്റെ വിശദീകരണം അടക്കം വന്നു. പക്ഷെ അതിലും ഇപ്പോൾ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രത്യേകിച്ച് RSSന്റെ ഭീഷണിക്ക് മുട്ടുമടക്കുന്നതാണോ മോഹൻലാലും പൃഥ്വിരാജും, ഇതാണോ അവരുടെ നിലപാടെന്ന തരത്തിലുള്ള മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂരിനും ഒക്കെ വലിയ രീതിയിൽ വിമർശനം ഇതിനോടകം തന്നെ ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഒരു സിനിമാ പ്രവർത്തകർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ സിനിമയുണ്ടാക്കിയ ഇത്രയും വിവാദം, അതിൽ ഒരു പ്രതികരണം എന്നോണം, അല്ലെങ്കിൽ ഒരു നിരാശയുണ്ടാക്കി ഏതെങ്കിലും സമുദായത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇത്തരത്തിൽ വിഷമം ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സിനിമയുടെ അണിയറ പ്രവർത്തകർ ഏറ്റെടുക്കുന്നു എന്നാണ് മോഹൻലാലിന്റെ ഇന്നലത്തെ വിശദീകരണം വന്നത്. അതിനിടയിൽ തന്നെ സിനിമാ പ്രവർത്തകരാരും ഈ മോഹൻലാലിനെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെയോ ഒന്നും പിന്തുണച്ച് രംഗത്തെത്തുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നു. അതാണ് നവമി. അതായത് ഈ രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരെല്ലാവരും, മുഖ്യമന്ത്രി തന്നെ ഈ ചിത്രം കണ്ടിട്ട്
അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചു. സിനിമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് പിന്തുണ പ്രഖ്യാപിച്ചു. മറ്റ് സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരെല്ലാവരും സിനിമ കണ്ടിട്ട് അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവച്ചവരുണ്ട്, വിയോജിപ്പ് രേഖപ്പെടുത്തിയവരുണ്ട്. പക്ഷേ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ട് സിനിമയ്ക്ക് മേൽ രാഷ്ട്രീയത്തിന് ഒരു വെട്ട് വീണിട്ട് ഈ സിനിമ ഇത്രയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സിനിമാ മേഖലയിലെ ആരും ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്തുകൊണ്ടാകാം ഈ ഒരു മൗനം അവർ തുടരുന്നത് എന്നാണ് നമ്മൾ കരുതേണ്ടത്. ആദ്യം തന്നെ ഈ നമുക്കിപ്പോൾ അറിയുന്നതിൽ ഇപ്പോൾ സിനിമാ പ്രവർത്തകനും MP-യുമായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, അദ്ദേഹം പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം അതിൽ പ്രതികരിച്ചിട്ടില്ല. ആ സിനിമയിൽ തന്നെ അദ്ദേഹത്തിന് നന്ദി കൂടി അറിയിക്കുന്ന സാഹചര്യമാണ്. അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും തന്നെ പ്രതികരിച്ചില്ല. താരസംഘടനയായ അമ്മയായിക്കോട്ടെ, ഫെഫ്കെ ആയിക്കോട്ടെ, ഈ തിയേറ്റർ ഉടമകളായിക്കോട്ടെ, ആരും പ്രതികരിക്കുന്നില്ല. ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് മലയാള സിനിമയിൽ ഇത് വലിയൊരു ചരിത്രമാകും, മലയാള സിനിമയുടെ അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ ഉടമകളുടെ കടം മാറും, അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തും, സിനിമ നേരിടുന്ന പ്രതിസന്ധി അത് മാറിക്കിട്ടും, അത്രയേറെ പ്രതീക്ഷ ഈ സിനിമയിൽ വെച്ച് പുലർത്തിയിരുന്നു. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് അഭിമാനമായി മാറും ഈ എമ്പുരാൻ എന്നൊക്കെ വലിയ രീതിയിൽ പ്രശംസിച്ചവരും പിന്തുണച്ചവരുമുണ്ട്. പക്ഷെ ഒരു വിവാദം വന്നപ്പോൾ ഈ പൃഥ്വിരാജിനെ അല്ലെങ്കിൽ മോഹൻലാലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്നു. അത് തന്നെയാണ് ഇന്നലെ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായിട്ടുള്ള മല്ലിക സുകുമാരനും വ്യക്തമാക്കിയത്. ഈ പൃഥ്വിരാജിനെ എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? ആരും തന്നെ പൃഥ്വിരാജിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ സംഘടന അവരെ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിൽ പോലും പ്രതികരണം വരുന്നില്ല. അത് ഏറെ നിരാശയുണ്ടാക്കുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ രാഷ്ട്രീയമാണ് ആര്യ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവർക്ക് നേരെ ഏതെങ്കിലും നിലപാട് പറയാനോ നിലപാട് പ്രകടിപ്പിക്കാനോ ഒക്കെ ഭയക്കുന്ന ഒരു സമൂഹമായി മാറുന്നുവോ എന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള കാഴ്ചകളാണ് ചുറ്റും നിന്നും വരുന്നത്. അതുകൊണ്ടാകാം ഈ വിഷയത്തിലൊന്നും ആരും പ്രതികരിക്കാൻ തയ്യാറാകാത്തത്. എന്തായാലും 3 മിനിറ്റ് വെട്ടിമാറ്റി വില്ലന്റെ പേരൊക്കെ മാറ്റി സിനിമ ഇന്നു മുതൽ എഡിറ്റ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പോൾ പുതിയ പതിപ്പ് ഇന്നു മുതൽ തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് കാണാം. എന്തായാലും വിവാദങ്ങൾ കത്തുമ്പോഴും ബോക്സ് ഓഫീസ് കളക്ഷന് ഒരു കുറവുമില്ല. അത് ജൈത്രയാത്ര തുടരുകയാണ് എന്നുള്ളത് മോഹൻലാൽ തന്നെ കണക്കുകൾ സഹിതം ഇന്നലെ വ്യക്തമാക്കിയ കാര്യമാണ്.